ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മീനില്ലാത്തൊരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കായ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമുക്കപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് കൊടുക്കേ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയേ. ഉലുവ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകാണ്. ഇതൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്കിത് വഴണ്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കേ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സവാള ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും ഒരു ചെറിയ തക്കാളിയും ഇട്ട് കൊടുക്കാം. സവാള ഞാൻ എടുത്തത് ഒരു വലിയ സവാളയുടെ പകുതി ഭാഗമാണ് എടുത്തേക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ചെറുത് ഒരു 4 എണ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഈ തക്കാളി ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. മല്ലിപ്പൊടി എടുത്തേക്കുന്നത് 2.5 ടേബിൾ സ്പൂണാണ്. മല്ലിപ്പൊടി ഇടാം. ഇതൊന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി ഞാൻ എടുത്തേക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചവാസന മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി അവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കായ ഞാൻ നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ കായ ഇട്ട് കൊടുക്കാം. അപ്പം ഇനി കായ ഒന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് കായ വെന്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ
കായ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ കൊടംപുളി ചേർക്കാം. ഇതാണ് കൊടംപുളി. നമുക്ക് കൊടംപുളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വേവട്ടെ. അപ്പോൾ ആ പുളി നിറഞ്ഞിക്കോളും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീനില്ലാത്ത മീൻ കറി റെഡി ആയിട്ടുണ്ട്. എന്ത് കൊടംപുളി ഇട്ട് അപ്പോൾ അത് ഇട്ടിട്ട് ഇത് ഇലയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇതിൽ ഒന്ന് ചെറുതായിട്ട് കുറുകും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.